5 സംസ്ഥാനങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയഗതിയെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇവ എന്തൊക്കെയാണ്? ഉത്തർപ്രദേശിലെ 17ാം നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. 2019 കേന്ദ്രത്തിൽ ഭരണം നിലനിർത്താൻ BJPക്ക് ഉത്തർപ്രദേശിലെ വിജയം അനിവാര്യം. അതോടൊപ്പം 2014 സംസ്ഥാനത്തുണ്ടായ ചരിത്ര വിജയം താൽക്കാലിക പ്രതിഭാസമല്ലെന്ന് സ്ഥാപിക്കേണ്ടതും തിരഞ്ഞെടുപ്പിൽ BJPക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. 5 വർഷം മുൻപ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക, 2014 ദേശീയ വോട്ട് വിഹിതത്തിൽ മൂന്നാമതെത്തിയെങ്കിലും സംപൂജ്യരായതിന്റെ മാനക്കേടില്ലാതാക്കി പാർട്ടിയുടെ ശക്തി തെളിയിക്കുക എന്നതാണ് മായാവതിയുടെ BSP നേരിടുന്ന വെല്ലുവിളി. അതേസമയം സ്വന്തം അച്ഛനെ സ്ഥാനഭ്രഷ്ടനാക്കി യാദവ കുടുംബത്തിലെ വഴക്കിനെ അതിജീവിച്ച് പാർട്ടിയുടെ സാരഥ്യത്തിലെത്തിയ തന്റെ നീക്കം ശരിയായിരുന്നുവെന്നും അതോടൊപ്പം കോൺഗ്രസുമായി സ്ഥാപിച്ച സഖ്യം തന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ വിജയമായിരുന്നുവെന്നും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയാണ് അഖിലേഷിനുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള വെല്ലുവിളിയാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പാർട്ടി കോട്ട കാക്കാൻ RLD കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയത്തെ കൂടി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയകിരീടം ചൂടി ഇന്ത്യയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പതാകവാഹകരാകാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രമം. ഉത്തർപ്രദേശ് നിയമസഭയിലെ 403 മണ്ഡലങ്ങളിലേക്ക് 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 15 ജില്ലകളിലെ 73 മണ്ഡലങ്ങളിലെ ജനങ്ങൾ വിധിയെഴുതും. രാജ്യത്തെ ഏറ്റവും വലിയ നിയമസഭയായ ഉത്തർപ്രദേശിലെ 403 മണ്ഡലങ്ങളിലേക്ക് 7 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ തുടങ്ങി പൂർവാഞ്ചൽ മേഖലയിൽ അവസാനിക്കുന്നതാണ് 7 ഘട്ടങ്ങൾ. ദേശീയ തലസ്ഥാന മേഖല കൂടി ഉൾപ്പെടുന്ന പ്രദേശവും ആദ്യഘട്ടത്തിൽ പെടുന്നുണ്ട്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളായ മുസഫർ നഗർ കലാപം, ദാദ്രി കൊലപാതകം എന്നിവ അരങ്ങേറിയ മേഖല. സാമൂഹ്യ ബന്ധങ്ങൾ സങ്കീർണമായ പ്രദേശം. തെക്ക് ആഗ്ര മുതൽ വടക്ക് മുസഫർ നഗർ വരെയുള്ള 15 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 73 മണ്ഡലങ്ങളിലെ വോട്ട് അനുകൂലമാക്കി മാറ്റാനുള്ള കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളെ നിഷ്പ്രഭരാക്കി BJP മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച മേഖലയാണ് പശ്ചിമ ഉത്തർപ്രദേശ്. മോദി തരംഗവും മുസഫർ നഗർ കലാപവും മുൻനിർത്തിയുള്ള പ്രചരണമാണ് 2014 BJPക്ക് തുണയായത്. 2.5 വർഷം പിന്നിടുമ്പോഴും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ മാത്രമല്ല സംസ്ഥാനം മുഴുവനും മോദിയുടെ മുഖത്തെയാണ് BJP ആശ്രയിക്കുന്നത്. മുസഫർ നഗർ കലാപത്തോടൊപ്പം ദാദ്രിയിൽ ബീഫ് കൈവശം വെച്ചുവെന്നാരോപിച്ച് മുഹമ്മദ് അഖ്ലാഖിനെ തല്ലിക്കൊന്ന സംഭവം, BJP MPയായ ഹുക്കും സിംഗ് ഉന്നയിച്ച കൈരാനയിലെ ഹിന്ദു പലായനം എന്നീ സാമുദായിക വിഷയങ്ങളും BJP പശ്ചിമ ഉത്തർപ്രദേശിൽ പ്രചരണ വിഷയമാക്കി. Equality for all. Equality for Hindu, equality for Muslims, equality for Christians. Their equal behavior. No, if someone criminal belong to a specific community, I don't want equal treatment to all of communities. സാമുദായിക വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചരണത്തിന് ചൂടുപകരാൻ തീവ്ര നിലപാടുകളുള്ള നേതാക്കളായ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരെ BJP രംഗത്തിറക്കി. ബുലന്ദ്ഷഹറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പശ്ചിമ ഉത്തർപ്രദേശിലെ സാഹചര്യത്തെ കാശ്മീരിനോട് യോഗി ആദിത്യനാഥ് താരതമ്യപ്പെടുത്തിയത് വലിയ വിവാദമായി. तो मुझे इस बात का भय होता है कि 19 जनवरी 1990 में कश्मीर में हिंदुओं को सामूहिक पलायन करना पड़ा था, सामूहिक कत्लेआम हुआ था, मां बहनों की इज्जत के साथ सरेआम खिलवाड़ हुआ था। और इस प्रकार का दृश्य हम लोगों ने कहीं और देखे हैं तो नजदीक से आज हम या तो बंगाल में महसूस कर रहे हैं या पश्चिमी उत्तर प्रदेश में महसूस कर रहे हैं. താഴെത്തട്ടിൽ വർഗീയ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചരണം പാർട്ടി നടത്തുമ്പോഴും
മോദി നടത്തിയ വികസനമാണ് ബി.ജെ.പിയുടെ മുഖ്യ പ്രചരണ വിഷയമെന്ന് ചില നേതാക്കൾ അവകാശപ്പെട്ടു. We have never talked of any of the communities. We have said that don't do this, don't divide the people of this state and this country into communities. We have been always talking of this, that we should not divide the communities into caste, creeds and religions. Let's talk over and about that. ബി.ജെ.പി ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് നീക്കം നടത്തിയപ്പോൾ അപ്പുറത്ത് ബി.എസ്.പിയുടെ കണ്ണ് ന്യൂനപക്ഷത്തിലായിരുന്നു. സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 100 സ്ഥാനാർത്ഥികളെയാണ് ബി.എസ്.പി രംഗത്തിറക്കിയത്. ഈ തന്ത്രം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ മേൽക്കൈ നേടിത്തരുമെന്നാണ് മായാവതിയുടെ കണക്കുകൂട്ടൽ. പശ്ചിമ യു.പിയുടെ ജനസംഖ്യയുടെ 27% മുസ്ലിം വിഭാഗം. പശ്ചിമ ഉത്തർപ്രദേശിലെ 4-1 വരുന്ന മുസ്ലിം സമുദായത്തെയും അതോടൊപ്പം പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ ദളിതർ കൂടി ചേരുമ്പോൾ ഉത്തർപ്രദേശിൽ അധികാരം പിടിക്കുന്നതിന് പശ്ചിമ യു.പി നിർണായകമാകുമെന്നാണ് മായാവതിയുടെ കണക്കുകൂട്ടൽ. BSP, which we say it's a party for all castes and all communities. So we have managed to give about 97 seats to Muslims, then we have given 84 seats to Brahmins, we have given it 70-80 seats to Dalit Samaj, and then we have given it to minorities. And so we've got all corners covered. So we're not appeasing one particular community, we're appeasing the whole community. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രൂപീകരിച്ച എസ്.പി കോൺഗ്രസ് സഖ്യത്തിന്റെ പരീക്ഷണ വേദിയാണ് പശ്ചിമ യു.പി. ബി.ജെ.പിയും ബി.എസ്.പിയും ശ്രമിക്കുന്ന ധ്രുവീകരണത്തിൽ ഇടം കണ്ടെത്താനുള്ള കഠിന പ്രയത്നമാണ് എസ്.പി കോൺഗ്രസ് സഖ്യം നടത്തിയത്. ബി.ജെ.പിയെ പോലെ ബി.എസ്.പിയെ അപ്രസക്തമായി കണ്ടുകൊണ്ടാണ് എസ്.പി കോൺഗ്രസ് സഖ്യം പ്രചരണം നടത്തിയത്. അതേസമയം യാദവ വോട്ട് ബാങ്കിനോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളും മുന്നാക്ക വോട്ടും എസ്.പി കോൺഗ്രസ് സഖ്യം ലക്ഷ്യം വെച്ചു. ബി.എസ്.പിയെ പോലെ പശ്ചിമ യു.പിയിലെ 27% വരുന്ന മുസ്ലിം വോട്ടിലാണ് എസ്.പി കോൺഗ്രസ് സഖ്യത്തിന്റെയും പ്രതീക്ഷ. अब की सांप्रदायिक शक्तियों और जातिवादी शक्तियों को उत्तर प्रदेश की जनता पूरी तरह से नकारने जा रही है. समाजवादी पार्टी और कांग्रेस का गठबंधन लगभग 40% वोट हासिल करेगा और उस स्थिति में इस गठबंधन को 300+ सीटें प्राप्त होंगी. അതേസമയം എല്ലാവരുടെയും കണക്കുകൾ തെറ്റിക്കാൻ അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ദൾ പ്രചരണത്തിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. പടിഞ്ഞാറൻ യു.പിയിലെ കർഷകർക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന RLD നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു. എസ്.പി കോൺഗ്രസ് സഖ്യത്തിൽ ഇടം ലഭിക്കാതെ വന്നതോടെയാണ് സംസ്ഥാനത്തെ മുഴുവൻ സീറ്റുകളിലും തനിച്ചു മത്സരിക്കാൻ RLD തീരുമാനിച്ചത്. അങ്ങനെ പ്രായോഗിക സമവാക്യങ്ങളിലൂടെ വോട്ടുറപ്പിക്കാനുള്ള മത്സരത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥാനം ലഭിച്ചില്ല.